വെക്കേഷന് നാട്ടിലേക്ക് വരണ സന്തോഷമൊന്നും നമുക്ക് തിരിച്ച് വെക്കേഷൻ കഴിഞ്ഞ് പോകുമ്പോൾ ഉണ്ടാവില്ല അല്ലേ. അപ്പം ഞാനിതേ എൻ്റെ ഒരു 35 ഡേയ്സിൻ്റെ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ച് ദുബായിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഏർലി മോർണിംഗ് 3:55 ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു 9:30 ഒക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ റോഡ് ഭയങ്കര മോശമായതുകൊണ്ടും അമ്മയ്ക്ക് ബാക്ക് പെയിൻ്റെ ഇഷ്യൂസ് ഉള്ള കാരണം കൊണ്ടും എയർപോർട്ടിലേക്ക് ഇത്തവണ അമ്മ വന്നില്ല കേട്ടോ. അപ്പം ഞാനും ചേതും അപ്പവും തക്കുടുമായിട്ടാണ് എയർപോർട്ടിലേക്ക് പോയത്. മഴയൊക്കെ ഉള്ളതല്ലേ, പിന്നെ റോഡ് ഒക്കെ മോശമായ കാരണം കൊണ്ട് കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നൈറ്റ് ഡ്രൈവ് ആയ കാരണം കൊണ്ട് ചായ, ഫ്ലാസ്ക്, ഗ്ലാസ്സൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പം ഇനി അടുത്ത കൊല്ലമല്ലേ കാണാൻ പറ്റുള്ളൂ, ആ ഒരു ഇത് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുമല്ലോ. പക്ഷെ നമ്മളിനി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു അടുത്ത കൊല്ലം നാട്ടിലേക്ക് വരണ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടാവില്ല ഇരിക്കുക. അപ്പോൾ വിഷമമൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് എന്തായാലും തിരിച്ചു പോയേ പറ്റും. അങ്ങനെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് കാറിൽ കയറി കേട്ടോ. ഞങ്ങൾ നേരത്തെ ഇറങ്ങിയ കാരണം കൊണ്ട് തന്നെ നേരത്തെ തന്നെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അവിടെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് നേരം വണ്ടിയിലിരുന്നു. പിന്നെ എന്തായാലും പോകണമല്ലോ. അപ്പോൾ എയർപോർട്ടിലെത്തി ലഗേജൊക്കെ എടുത്ത് വെച്ച് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ തന്നെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ നോക്കിയപ്പോഴാണ് നമ്മുടെ ബോംബ് ഭീഷണി ഉണ്ടായിരുന്ന സമയമായിരുന്നു അത് കാരണം ഭയങ്കര ചെക്കിനോട് കൂടിയിട്ടാണ് കേട്ടോ ഉള്ളിലേക്ക് അവർ കയറ്റി വിടുന്നുണ്ടായിരുന്നത്. പാസ്പോർട്ടൊക്കെ വെരിഫൈ ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ ഉള്ളിൽ കയറ്റി വിടുന്നത്. അത് കഴിഞ്ഞ് ചെക്ക് ഇൻ കൗണ്ടറിലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഇമിഗ്രേഷൻ ഒരുപാട് ടൈം എടുത്തു കേട്ടോ, കുറേ സമയം എടുത്തിട്ടാണ്. മേ ബി എനിക്ക് തോന്നണ ഈ ഇഷ്യൂസൊക്കെ ഉള്ള കാരണം കൊണ്ടാണ് തോന്നുന്നു ഒരുപാട് ടൈം എടുത്തു. അതൊന്നും പിന്നെ ഞാൻ ക്യാപ്ചർ ചെയ്തില്ല, കാരണം നമുക്ക് അവിടെ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഗേറ്റിൽ വെയിറ്റ് ചെയ്യായിരുന്നു. ഗേറ്റിലും നല്ല ക്രൗഡായിരുന്നു. ഞാൻ ഏർലി മോർണിംഗ് ആകുമ്പോൾ അധികം ആൾക്കാരുണ്ടാവില്ല എന്ന് വിചാരിച്ചത്, പക്ഷെ ഭയങ്കര ക്രൗഡായിരുന്നു. അങ്ങനെ 3:55 ഫ്ലൈറ്റിൻ്റെ ടൈം. പക്ഷെ ആ ടൈമായിട്ടും ബോർഡിങ് പോലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് ബോർഡിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഫ്ലൈറ്റിലേക്ക് ബോർഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അങ്ങനെ ഇതേ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ എയർ ഇന്ത്യ ക്രാഷൊക്കെ ഉണ്ടായ സമയമായ കാരണം കൊണ്ട് എല്ലാവരുടെ മൈൻഡിലും അതൊക്കെയായിരുന്നു ഒരു പേടി, കാരണം എല്ലാവരും പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വന്നു. ദേ സൺറൈസായി. അങ്ങനെ ദേ ഷാർജ എയർപോർട്ടിലെത്തി. ഇത്തവണ ഞാൻ ഷാർജയിലേക്കാണ് കേട്ടോ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതേ ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ബെൽറ്റിൽ ലഗേജൊക്കെ ദേ വന്നു തുടങ്ങി. അങ്ങനെ ലഗേജൊക്കെ എടുത്തു. പുറത്ത് കിടന്നപ്പോൾ ദേ മിസ്റ്റർ ഹസ്ബൻഡ് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയി.